നമ്മുടെ പ്ലാൻ ഒക്കെ പൊളിഞ്ഞതാ. ആ ഡെഡ് ബോഡി താരയുടെ അല്ലെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. ആര് പറഞ്ഞു? വേറെ ആരാ? സ്റ്റെല്ല ആയിരിക്കും പറഞ്ഞത്. അവക്കാണല്ലോ താര ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാവുന്നത്. നമ്മളാരും ഈ ഭൂമിയുടെ അവകാശികളല്ല. ഇങ്ങോട്ടൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുമില്ല. ഇവിടെ നിന്ന് പോകുമ്പം ഒന്നും കൊണ്ടുപോകുന്നുമില്ല. പക്ഷേ വളരെ തുച്ഛമായ ഈ ലോകത്തിലെ ജീവിതകാലത്ത് നമ്മൾ അനുസരിക്കേണ്ട നിയമങ്ങളും കടമകളും ഒക്കെ ഉണ്ട്. അവയെല്ലാം നമ്മൾ നിർബന്ധമായും അനുസരിച്ചേക്കണം. മദറിന് എന്റെ സ്വഭാവം അറിയാലോ. ഞാനൊരിക്കലും തെറ്റായ വഴിയിലൂടെ പോവില്ല. അതെനിക്കറിയാം മോളെ. ഞാൻ നിന്നെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. നിന്റെ ഉള്ളിൽ സ്നേഹത്തിന്റെയും ദയയുടെയും വെളിച്ചം ഉണ്ടെന്നും എനിക്കറിയാം. പക്ഷേ ഈ ലോകം ദയാരഹിതമാണ്. നമ്മൾ സ്നേഹിച്ചാലും നമ്മളെ ആരും സ്നേഹിക്കില്ല. നമ്മുടെ നന്മകൾ ആരും തിരിച്ചറിയുകയുമില്ല. മദർ പറയുന്നത് ശരിയാ. ഞാനും കുറച്ചു ദിവസങ്ങളായി ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്താ ചെയ്യേണ്ടത്, ഏത് വഴിക്കാ പോകേണ്ടത് എന്നൊന്നും അറിയാത്തൊരു കൺഫ്യൂഷൻ. നന്നായി പ്രാർത്ഥിക്കുക. നമ്മുടെ മുൻപിൽ ഒരു വഴിയും അടയുന്നില്ല, ഒരു വാതിലും തുറക്കാതിരിക്കുകയില്ല. എല്ലായ്പ്പോഴും ഇങ്ങനെ ശുഭാപ്തി വിശ്വാസത്തോടെ ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ചില നേരത്ത് ചുറ്റും ഇരുട്ടാണെന്ന് തോന്നിപ്പോവാ. അതൊക്കെ വെറും തോന്നലാ. ജീവിതത്തിൽ പരാജയപ്പെടുന്ന മനുഷ്യരെല്ലാം ഇങ്ങനെ ഓരോ കാരണങ്ങൾ കണ്ടെത്തും. എന്ത് പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്നുള്ള വിശ്വാസമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ആ വിശ്വാസത്തോടെ മുന്നോട്ടു പോയാൽ എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കാൻ കഴിയും. മോളെ, നീ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു പാതിരായ്ക്ക നിന്നെ ഈ കോൺവെന്റിലേക്ക് കിട്ടിയത്. നല്ല മഴയുള്ള ഒരു രാത്രിയില് ആകെ നനഞ്ഞ് നീ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ രൂപക്കൂടിന് മുന്നിൽ വന്നു നിന്നു. അന്ന് നിന്റെ കണ്ണുകളിലെ വിഷാദം ഞാൻ തിരിച്ചറിഞ്ഞതാ. അതിപ്പോഴും നിന്റെ മുഖത്തുണ്ട്. ജാനറ്റ്, നിന്നെ ഞാൻ വിഷമിപ്പിച്ചതല്ല. ഓരോന്നോർത്തപ്പോ കണ്ണു വിളഞ്ഞുപോയി. ജീവിതം എന്നെ കൊണ്ടെത്തിച്ച വഴികൾ, ഞാൻ കണ്ടുമുട്ടിയ ആളുകൾ എല്ലാം എനിക്ക് ദുഃഖങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. സാരമില്ല കുട്ടി. ആരും നിന്റെ കണ്ണുനീര് കാണുന്നില്ലെന്ന് നീ കരുതണ്ട. നിന്നെ സ്നേഹിക്കുന്നവരും മനസ്സിലാക്കുന്നവരും ഈ ലോകത്തുണ്ട്. അവര് നിന്റെ അടുക്കിലേക്ക് എത്താൻ കുറച്ച് വൈകുമെന്ന് മാത്രം. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല മദർ. ഡാനി, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീ ഈ നാട്ടിൽ നിന്ന് പോവുക. ഡൽഹിയിലെ കോൺവെന്റിൽ താമസിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. അവിടെയാവുമ്പോ നിനക്ക് നിന്റെ ഹയർ സ്റ്റഡീസ് നടത്തുകയാവാം. ഇല്ല മദർ, പെട്ടെന്ന് ഇവിടെ നിന്ന് എനിക്ക് പോകാനാവില്ല. ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ചില കടമകളും കർത്തവ്യങ്ങളും ഉണ്ട്. അവയൊന്നും പാതി വഴിയിൽ വെച്ച് എനിക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിന്റെ മനസ്സിൽ എന്തോ രഹസ്യം സൂക്ഷിക്കുന്നുണ്ടെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. അതെന്താണെന്ന് എനിക്കിപ്പോ അറിയണം. ഒന്നുമില്ല മദർ. അല്ല, എന്തോ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ അറിയാൻ പാടില്ലെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? നിന്റെ മനസ്സിലെ ഭാരം